അത്ഭുതവില് അഭിനയിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ വിനയ് സാർ സംവിധാനം ചെയ്ത നമ്മുടെ അത്ഭുതദ്വീപ് എന്ന പടത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഞാൻ യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തെ. അദ്ദേഹം അത്ഭുതദ്വീപിൽ ഒരു കൊച്ചു വേഷം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാണാനാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് മാക്സ്ട്രോ ഷൂസ് ആൻഡ് ബാഗ്സിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ പരിചയപ്പെടാനുണ്ട്. നമ്മുടെ അത്ഭുതദ്വീപിൽ അഭിനയിച്ച നമ്മുടെ സൂരജ് എന്ന ചെറിയൊരു കലാകാരനെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. അത്ഭുതദ്വീപിൽ അഭിനയിച്ച ഏട്ടന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ്റെ പേരെന്തായിരുന്നു? സൂരജ്. അപ്പോൾ ഫിലിം എത്ര ഫിലിമിൽ അഭിനയിച്ചു? ആ ഒരു പടത്തിൽ തന്നെ, അത്ഭുതദ്വീപിൽ അല്ലേ? അത്ഭുതദ്വീപിൽ തന്നെ ആദ്യം അഭിനയിക്കാൻ ചാൻസ് കിട്ടിയല്ലേ? എങ്ങനെ ആ അത്ഭുതദ്വീപിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. നല്ല ലൊക്കേഷൻ, എല്ലാവരും നല്ല സ്വഭാവം, എല്ലാവരും നല്ല പെരുമാറ്റവും, എല്ലാവരുമായിട്ട് നല്ല ഇത് കോമ്പിനേഷൻ, എല്ലാവരും ഒരേപോലെ ഒരു കൂട്ടുകെട്ട് പോലെയാണ്. അങ്ങനെ പിന്നെ ഇപ്പം എവിടെ വീട്? ഇപ്പൊ എവിടെയാണ്? 7 മൈൽ. കണ്ണൂര് 7 മൈൽ. ഞാനങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നല്ല, അങ്ങനെ യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടുപിട്ടിയതാ. അങ്ങനെ അന്നേരം അത്ഭുതദ്വീപിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞത്. അപ്പോ വേറെ എന്തെങ്കിലും വേറെ വീട്ടിലിറക്കി ഉണ്ട്? അമ്മ, ഏട്ടന്മാര്, പെങ്ങന്മാര്. കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചില്ല അല്ലേ? ഒരുപാട് പെണ്ണ് നോക്കി ഒന്നും സെറ്റപ്പ് ആയില്ല, അങ്ങനെ ഒഴിഞ്ഞു മാറി. അങ്ങനെ അപ്പൊ ഫിലിമിൽ ഇനി വരാൻ ഇനി വിളിച്ചാ പോവും. വിനയ് സാറിന്റെ അല്ലേ? രാജേട്ടൻ, നമ്മളെ മട്ടമ്മ രാജേട്ടൻ്റെ പടത്തില് വിളിച്ചാ പോവും അല്ലേ? വിളിച്ചാ പോവും. അപ്പോ പണ്ടത്തെ അനുഭവങ്ങൾ വേറെ എന്തെങ്കിലും പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിയ? അത് പ്രേക്ഷകർ കുറച്ച് ടെൻഷൻ ഉണ്ടായി. അല്ല, എങ്ങനെ ആ ഒരു അഭിനയത്തിലേക്ക് എങ്ങനെ എത്തി? ആര് പറഞ്ഞിട്ട്, ആര് മുഖേനയാണ് അങ്ങ് എത്തിയത്? അത് ഞാനാ മട്ടമ്മ ഓരോ ഇത് കേരളത്തിൽ പോയത്. മൊട്ടമ്മ രാജാട്ടന്റെ കെയർ ഓഫിൽ അങ്ങനെ പോയല്ലേ? ഓ, അങ്ങനെ ആ ഒരു പടത്തിലേക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയല്ലേ? ഓക്കെ. അല്ല കൂടെ വേറെ നമ്മള് പക്രൂലുണ്ടായിട്ടല്ലേ? പക്രൂലുണ്ടായി, ഇവിടെ പറശ്ശിനിയിലെ ഇവനുണ്ടായി, എന്തായാലും അവന്റെ പേര് മുസ്തഫ. ഇവിടെ അത്തറിലും വെക്കുന്ന മുസ്തഫ, കമ്പിൽ മുസ്തഫ 2-3 ആളുണ്ടായി. എവിടുന്ന ഷൂട്ടിംഗ്? എവിടുന്നായിരുന്നു? പാലക്കാട് മലമ്പുഴ സെറ്റ് ഇട്ടെ. മലമ്പുഴ സെറ്റ് ഇട്ടു ഡാമിന്റെ അടുത്ത്. ഓ, അങ്ങനെ. അതിലേത് റോള് ഉണ്ടായിരുന്നത്? പടത്തലവന്റെ റോൾ അല്ലേ? കുന്തം പിടിച്ച് പോകുന്നല്ലേ? അങ്ങനെ പോകുന്നത്. ഡയലോഗെല്ലാം ഒന്നും ഓർമ്മയില്ല. നമുക്ക് ഇത് പൊടിച്ച് പറയുമ്പോ ഓടിക്കോളാം. ഇങ്ങനെ അങ്ങനെ ഓടിക്കോളാം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു ഇതല്ല, ആ ഒരു റോള്. നമുക്ക് കഥാപാത്രമായിട്ടുള്ള ഇതൊന്നുമില്ല, അങ്ങനെ സംഭാഷണം അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ആൾക്കാരെല്ലാം പറ്റിട്ട് ആൾക്കാരെല്ലാം നല്ല എല്ലാവരും നല്ല സ്വഭാവം, നല്ല ക്യാരക്ടർ, ഒരു ഹൈറ്റ് കുറവുണ്ട്, അങ്ങനത്തെ ഒരു ഇതുമില്ല, ജാടിയില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാവരും മുന്നിൽ വെച്ചത് ഒരു ചെറിയൊരു കലാകാരന്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കലാകാരന്മാർ ഒരുപാടുണ്ടാവും. അവരെ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അപ്പോൾ എല്ലാവരും നാട്ടിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരൊക്കെ ഉണ്ടാവും. അവരെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കുത്തിപ്പിടിക്കണം കേട്ടോ. അപ്പോഴേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ഒക്കെ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ, ബൈ.